കർത്താവിൽ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ പുനരുദ്ധാന ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും നിങ്ങൾക്കിത് ലഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതുപോലെ ആമേൻ ചർച്ചിലൊക്കെ പോകാൻ റെഡിയാകുകയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സുവിശേഷകരാണ്. ആമേൻ അതിനുവേണ്ടി ഒരുങ്ങുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന അനേകരെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവവചനത്തിൽ നിങ്ങളോടുള്ള ജീവൻ്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം എവിടുന്നാ കർത്താവിനെ രക്ഷിച്ച് തീർന്നു പോയെടുത്തുനിന്ന് എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ദൈവം ചെയ്ത നന്മകൾ ഓർത്താൽ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഇന്നിത് കേൾക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ. കർത്താവിനെ അറിഞ്ഞിട്ട് ഒത്തിരി വർഷമായി, എന്നാൽ സുവിശേഷ വേലയ്ക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട് 16 വർഷം കഴിയുക. ഇന്ന് ഈ കഴിഞ്ഞ 16 വർഷം കർത്താവ് നടത്തിയ വിധങ്ങൾ അത്ഭുതത്തോടെ എവിടുന്നാണ് കർത്താവ് രക്ഷിച്ച് എൻ്റെ ചെറുപ്രായത്തിലാണ് കർത്താവിനെ അറിയുന്നത്. തീർന്ന എൻ്റെ ഭവനത്തിൽ, എല്ലാവരും കൈവിട്ട എൻ്റെ ഭവനത്തിൽ യേശു എൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ എൻ്റെ ഭവനത്തിൻ്റെ അവസ്ഥ മാറി. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം പറയാണ്, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച. നോക്കിക്കേ, ദൈവം നമ്മളെ എവിടുന്നാ വിടുവിച്ച്? ഇംഗ്ലീഷിൽ ഇങ്ങനെ ഇരിക്കുന്നത്, ഹി ഹാസ് റെസ്ക്യൂഡ് മീ ഫ്രം ദ ഡൊമീനിയൻ ഓഫ് ഡാർക്ക്നെസ്. ആ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, അല്ലേ, ആ വാഴ്ചയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറഞ്ഞെടുത്തു എന്ന് ദൈവം എന്നെ വിടുവിച്ചു. ആ ഇരുട്ടിൽ നിന്ന് വിടുവിച്ചു. എവിടെയാണ് നിർത്തിയിരിക്കുന്നത് പ്രിയമുള്ളവരെ? ഒരു അന്ധകാരത്തിനും കയറാൻ മേലാത്ത ദൈവശക്തിയിൽ He has transferred us to the kingdom of His beloved Son. തൻ്റെ ഇരുട്ടിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ, കിങ്ഡം ഓഫ് ഹിസ് സൺ, അവൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുക. ഇനിയൊരു രാജ്യം വരാൻ വേണ്ടിയല്ല ഈ ഭൂമിയിൽ. ഇനി രാജ്യം വരും, ഉറപ്പാ, 100% ഉറപ്പാ. പക്ഷേ ഈ ഭൂമിയിൽ ദൈവരാജ്യം അനുഭവിക്കുവാൻ ഇരുട്ടിൽ നിന്ന് വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച ആ ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ, നന്ദി പറഞ്ഞാട്ടെ. തീർന്നു പോകേണ്ട എൻ്റെ ഭവനം, എല്ലാവരും കൈവിടപ്പെടേണ്ട എൻ്റെ ഭവനം യേശു എൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ എൻ്റെ ഭവനത്തിൻ്റെ അവസ്ഥ മാറിയെങ്കിൽ നിന്നെ കേൾക്കുന്ന എത്ര ഇരുട്ടിൽ കിടക്കുന്ന, എത്ര ശാപത്തിൽ കിടക്കുന്ന വ്യക്തിയാണോ നീ, നിന്നെ രക്ഷിക്കുവാനാ പിതാവാം ദൈവം സ്വന്തം പുത്രനെ വില കൊടുത്ത് നിങ്ങളെ നേടിയത്. ആ രക്ഷയുടെ മുമ്പിൽ നമുക്കൊന്ന് സമർപ്പിക്കാൻ പ്രിയം. ഞാൻ ചോദിക്കട്ടെ, എവിടം വരെയാണ് കർത്താവ് എന്നെ കൊണ്ടുവന്നത്? നൗ ഹൗ ക്യാൻ ഐ സിറ്റ് ക്വയറ്റ്? എനിക്ക് എങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റും? മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14, 15, 16 വാക്യങ്ങൾ യേശു പറഞ്ഞ ഒരു വാക്ക് ഒന്ന് ശ്രദ്ധിച്ച്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാവും. എന്താ ലോകത്തിൻ്റെ വെളിച്ചം? ക്രിസ്തു ഉള്ളവർ, ക്രൈസ്റ്റ്, മൈ റെവലേഷൻ, എൻ്റെ വെളിപ്പാട്, എനിക്ക് ദൈവം തന്ന വെളിപ്പാട്. വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല, തണ്ടിന്മേലത്ര വെക്കുന്നത്. അത് ആ ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം ലഭിക്കും. നമ്മളെക്കുറിച്ചുള്ള പദ്ധതി അങ്ങനെ. നമ്മളെ നോക്കി തള്ളിയവർ, നമ്മളെ നോക്കി പരിഹസിച്ചവർ, നമ്മളെ നോക്കി നിന്ന പറഞ്ഞവർ, യേശു നിങ്ങളുടെ അകത്ത് വന്നപ്പോൾ ഇന്ന് ഞാൻ അനേകർക്ക് അനുഗ്രഹമാണ്. എൻ്റെ കുടുംബത്തെക്കുറിച്ച് പലരും വിധി എഴുതിയതാണ്. പക്ഷേ ഇന്ന് എൻ്റെ കുടുംബം അനേകർക്ക് അനുഗ്രഹമാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തീർന്ന അവസ്ഥയാണോ? ഇല്ല, തീരത്തില്ല. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്നെ ഒരു നാളും കൈവിടാത്ത നിന്നിലുള്ള വെളിച്ചം ലോകം കാണാൻ പോവുക. നിന്നിലുള്ള നന്മ. ശരിക്കും നമ്മൾ അനേകർക്ക് വീടിന് ദോഷം, നാട്ടുകാർക്ക് ദോഷം, കൂട്ടുകാർക്ക് ദോഷം, എല്ലാവർക്കും ദോഷമായിരുന്നു. പക്ഷേ യേശു വന്ന നീ അനേകർക്ക് അനുഗ്രഹമാകാൻ പോവുക. നിന്നിലുള്ള പ്രകാശം ലോകം കാണാൻ പോവുക. അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ. നിന്നിലുള്ള പ്രകാശം ഷൈൻ ചെയ്യട്ടെ. ഈ ദിവസങ്ങളിൽ കണ്ടോണം, നിന്നിലുള്ള പ്രകാശം എന്താന്ന് ലോകത്തിലുള്ളവർ കാണാൻ പോവുക. നിന്നിലുള്ള പദ്ധതി എന്താന്ന് ലോകത്തിലുള്ളവർ കാണാൻ പോവുക. പലരും നിന്നെ നോക്കി പറഞ്ഞാലേ നിന്നെക്കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന്. അത് ശരി തന്നെയായിരുന്നു. പക്ഷേ യേശു വന്നപ്പോൾ ഇന്ന് ഞാൻ അനേകർക്ക് അനുഗ്രഹമാണ്. 16-ാം വാക്യം പറയാണ്, അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ട് they may see your good deeds and moral excellence, അല്ലേ, മോറൽ വാല്യൂ
സമൂഹത്തിനൊക്കെ ദോഷമായിട്ട് നടന്നവർ നമ്മൾ സമൂഹത്തിനൊരു അനുഗ്രഹമായി, വാല്യൂ ഉള്ളവരായി, നിന്നിലുള്ള എക്സലൻസ് കണ്ട്, ആമേൻ, നിന്നിലുള്ള സൽപ്രവൃത്തി കണ്ട്, ആമേൻ, ഈ സുവിശേഷം കിട്ടിയവർ അനേകർക്ക് അനുഗ്രഹമായിരിക്കും. തുടർന്ന് പറയാണ്, അവർ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. യേശു പറയാണ്, അവർ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങളുടെ പ്രകാശം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ അകത്തിരിക്കുന്ന ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആമേൻ. ഇരുട്ടിന് എൻ്റെ മേൽ സ്ഥാനമില്ല. ഇത് കേൾക്കുന്നവർ എത്ര പ്രതിസന്ധിയാണെങ്കിലും ആ ഇരുട്ട് നിന്നെ തൊടത്തില്ല. നിന്നെ ഉള്ളങ്കരങ്ങളിൽ കർത്താവ് വഹിക്കും. നിന്നെ ദൈവം നടത്തുമാറാക്കും. നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവുണ്ടെന്ന്. എത്ര ഇരുട്ടാണെങ്കിലും, എത്ര ശാപം നിറഞ്ഞ ജീവിതമാണെങ്കിലും, എൻ്റെ വീട് ശാപം നിറഞ്ഞൊരു വീടായിരുന്നു. യേശു എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് അനേകർക്ക് ഒരു അനുഗ്രഹമാണ്. അനേകർക്ക് വെളിച്ചമായിട്ടാണ് എൻ്റെ ഭവനം നിൽക്കുന്നത്. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഞായറാഴ്ച ആമേൻ സഭായോഗം മിസ് ചെയ്യരുത്. ആമേൻ, എവിടെയാണോ ജീവിപ്പിക്കുന്ന വചനം പറയുന്നത് അവിടെ പോകണം. ആമേൻ, എത്ര ദൂരെയാണെങ്കിലും പോകണം. ഈ വചനം ജീവൻ്റെ വചനമാണ്, ജീവിപ്പിക്കുന്ന വചനമാണ്. ഡോണ്ട് മിസ് ദ ചർച്ച് ഫെലോഷിപ്പ്. കർത്താവിൽ ആ കിട്ടുന്ന കൂട്ടായ്മ നഷ്ടപ്പെടുത്തരുത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ കർത്താവേ, ഈ ഞായറാഴ്ച ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ അത്ഭുതത്തിൻ്റെയും ഒരു ദിവസമാക്കി കർത്താവ് മാറ്റി. കർത്താവ് പോകുന്നിടത്തൊക്കെ അത്ഭുതം കാണട്ടെ. ഇവരുടെ കുടുംബത്തെ സമാധാനം കൊണ്ട് നിറയട്ടെ. എല്ലാ മേഖലയിലും കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ യേശുവിനെ കർത്താവ് ഞങ്ങളെ വിടുവിച്ച, ഞങ്ങളെ സ്നേഹിച്ച, ആമേൻ പിതാവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് പുത്രനെ ഞങ്ങൾക്ക് തന്നെങ്കിൽ അപ്പം ഞങ്ങളെക്കുറിച്ചുള്ള ആ പദ്ധതി ദിവസങ്ങളിൽ ഞങ്ങൾ പോലും അറിയാതെ അനേകർക്ക് ഞങ്ങൾ അനുഗ്രഹമായി. ഞങ്ങളെ നോക്കി കുറ്റം പറഞ്ഞവർ ഒത്തിരി പേരുണ്ട്, ഞങ്ങളെ റിജക്റ്റ് ചെയ്ത ഒത്തിരി പേരുണ്ട്. പക്ഷെ അവരുടെ എല്ലാം മുമ്പിൽ ഞങ്ങളെ ഒരു മാനപാത്രമാക്കി കർത്താവ് അങ്ങ് നിർത്തിയതിനായി സ്തോത്രം. ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. കേൾക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിൽ ആമേൻ വലിയൊരു അത്ഭുതത്തിൻ്റെ ദിവസമാക്കി സ്വർഗ്ഗം അങ്ങ് മാറ്റിയതിനായി നന്ദി. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയൊരു വർധനവ് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകും. വരുന്ന ഈ മാസം, ഈ ഓഗസ്റ്റ് മാസം നിങ്ങൾ ഇന്ന് വരെ അനുഭവിക്കാത്ത നന്മ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ പോവുക. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നന്മ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലുമുള്ള ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ, ടുഡേയ്സ് ബ്ലെസ്സിങ് വേർഡ് എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്ഭുത സാക്ഷ്യങ്ങളോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം, വാട്സപ്പിൽ അയക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.